ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഗുരുവായൂർക്ക് പോവുകയാണേ. ട്രെയിനിലാണ് പോകുന്നത്. 2 പേർക്ക് വെറും 20 രൂപയോളോട്ടോ ട്രെയിൻ ടിക്കറ്റ്. നമുക്ക് പിന്നെ അടുത്ത് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 7:45 ട്രെയിൻ. 9 മണിയാകുമ്പോഴത്തേനും ഗുരുവായൂരെത്തും. ഋതുവിന് ചോറ് കൊടുത്തപ്പോൾ നമ്മൾ തുലാഭാരത്തിന് വേണ്ടിയിട്ടും കൂടി നേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വേറെന്തൊക്കെയോ പൂജകളുള്ള കാരണം കൊണ്ട് തുലാഭാരം ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇന്നാണ് പോകുന്നത്. കദളിപ്പഴം കൊണ്ടാണ് കേട്ടോ തുലാഭാരം ചെയ്തത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോസും ഫോട്ടോസൊന്നും അലൗഡ് അല്ലാത്തത് കൊണ്ടും മൊബൈൽ കയറ്റാൻ പറ്റാത്തത് കൊണ്ടും അവിടുത്തെ വിഷ്വൽസൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളങ്ങനെ ട്രെയിനിലിരുന്ന് വിശാലമായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കാറ്റും കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ബസ്സിൽ പോകുന്ന റഷും ഇല്ല. നമുക്ക് വളരെ കംഫർട്ടായിട്ട് പോകാൻ പറ്റും. നമുക്ക് ഇത്രയും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. നമ്മളങ്ങനെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗുരുവായൂർക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ചെറിയതുള്ളത് കൊണ്ടും ചെറിയൊരു മഴ പൊടിയുന്നുണ്ടായിരുന്നുകൊണ്ടും നമ്മൾ ഓട്ടോയ്ക്കാണ് പോയത്. 50 രൂപയാണ് നമുക്ക് ചാർജ് വന്നത്. ഗുരുവായൂർ കിഴക്കേ നടയുടെ ഫ്രണ്ടിൽ തന്നെയായിട്ട് നമ്മൾ ഇറക്കിത്തരും. ജസ്റ്റ് നമ്മൾ മഞ്ചലാൽ ചുറ്റിതേ ഈ പോണ ആളുകളൊക്കെ ഗുരുവായൂർക്ക് പോണവരാണ്. അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് തിരിച്ച് ഈ ട്രെയിൻ ഒരു 1 മണിയാകുമ്പോൾ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മളൊരു 3 മണിയാകുമ്പോഴത്തേനും പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് തൊഴാനായിട്ട് പോയി. നമ്മൾ തുലാഭാരം ഉള്ളത് കൊണ്ട് തന്നെ ദേവിയുടെ അമ്പലത്തിൻ്റെ അതിക്കൂടെ ഉള്ളിൽ കയറി തുലാഭാരത്തിന് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വന്ന് ക്യൂ നിന്ന് വീണ്ടും തൊഴാൻ കയറാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ മഞ്ചുളാലൊക്കെ ചുറ്റിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഋതുവിന് ചോറ് കൊടുക്കാൻ വന്ന ടൈമിലൊക്കെ മഞ്ചുലാലിൻ്റെ അവിടത്തേക്ക് കയറിയുടെ വിഗ്രഹമൊക്കെ ഇല്ലേ, അതൊക്കെ പണി ചെയ്യുന്നത് കൊണ്ട് തന്നെ മൂടിയിട്ടേക്കായിരുന്നു. ഇപ്പോഴത്തെ അതിൻ്റെ പണിക്ക് കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് അവിടുത്തെ പ്രസാദമൊട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിൻ മിസ്സായി. പിന്നെ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോയത്. അങ്ങനെ ഇവിടെ കുറച്ചും കൂടെ ദൂരം കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടുന്ന് നടന്ന് പോകണം കേട്ടോ അകത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട് ഒരു ഗണപതിയുടെ അമ്പലം ഉണ്ട് കേട്ടോ. നമ്മളപ്പോൾ അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വാങ്ങിച്ച് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് തേങ്ങ ഉടച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് വന്നത്. അമ്മ തേങ്ങ വാങ്ങിക്കാനായിട്ട് അമ്പലത്തിലേക്ക് നിൽക്കുകയാണ്. പുതിയൊരു ഓഡിറ്റോറിയം ഇപ്പുറത്തുള്ളത് തന്നെ ഫോട്ടോഗ്രാഫർമാർ നർത്തകിമാരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുമ്പോൾ എങ്ങനെ വെറും കൈയോടെ കൂടി പോവുക. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കദളിപ്പഴം, താമരമുട്ടും മഞ്ഞപ്പട്ടും ഒക്കെ ആയിട്ട്. അങ്ങനെ അത് കൃഷ്ണനും കൊടുത്ത് തൊഴുത് നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം നമ്മൾ പ്രസാദോട്ടൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിട്ടോ. പിന്നെ ഈ ഫോട്ടോ സെക്ഷനും